ഹലോ ഗൈസ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീനു വെച്ചിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ഞാനും കുഞ്ചും കൂടി നേരെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഫസ്റ്റ് പോയത് രാജരാജേശ്വരി അമ്പലത്തിലാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവിടെ നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. കുഞ്ചുവിൻ്റെ ഷോ ഓഫ് തുടങ്ങി. 2 പെമ്പിളർ കണ്ടാടും. ഇതിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ പോട്ട്. നമ്മൾ നേരെ ചോറ് വാങ്ങാൻ വേണ്ടി ക്യൂ നിന്ന്. അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ വേഗം ചോറ് കിട്ടി. അങ്ങനെ ചോറും വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ തളിപ്പറമ്പിലെ ഷാലിമാലെത്തി. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടിക്കുള്ള ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ കുഞ്ചും ഞാനും ഡ്രസ്സ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനും കുഞ്ചും കൂടി കുഞ്ഞിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു ഷോപ്രിക്സിൽ നിന്ന്. പിന്നീട് ഞങ്ങൾ ചങ്ങായിൻ്റെ വീട്ടിൽ പോയി. ചങ്ങായിൻ്റെ വീട്ടിൽ പോയാൽ കുഞ്ചു അവിടെ നിന്ന് ചാരികാസേരി ഇരുന്നിട്ട് ആടുന്നുണ്ടേ. ഇതിൻ്റെ ഇടയിൽ കുഞ്ചു അങ്ങനെ ടി വിയിൽ കയറിയെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെയാണ് മനസ്സിലായത് നമ്മളെ യൂട്യൂബ് വീഡിയോ ആണെന്ന്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നീനു വെച്ചിട്ട് വീട്ടിൽ പോയി. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ വീട്ടിലെ മൊത്തം ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തത്. കുഞ്ചു അവിടെ നിന്ന് ബർത്ത്ഡേ ബോയിനെ എടുത്തിട്ട് കളിപ്പിക്കുന്നെല്ലാം ഉണ്ടായിനി. അങ്ങനെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനെല്ലാം ഏകദേശം പൂർത്തിയായി. ഞങ്ങൾ അങ്ങനെ 7 മണിയായി. പാർട്ടിയെല്ലാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായി. ആളുകളൊക്കെ വരാൻ തുടങ്ങി. എന്തായാലും ബന്ധുക്കളെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിനി. ഞങ്ങൾ അങ്ങനെ കേക്കെല്ലാം മുറിക്കാനില്ല ഇതിലേക്ക് എത്തി. കേക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛനാണ് സ്റ്റേജിൽ നിൽക്കുന്നത്, രഞ്ജിത്താട്ടാൻ. കേക്ക് മുറിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് സ്റ്റേജിലേക്കാണുള്ളത്. ശിവമോളെ കണ്ണ് തേച്ച് കേക്കിൻ്റെ മുകളിലേക്കാണ്. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ പോയി നീനു വെച്ച് എല്ലാവരും സ്റ്റേജിലെത്തി. കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നീണ്ടു. അതുപോലെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ നമുക്ക് പാർട്ടി പോപ്പർ ഒരു പണി തന്ന്. ടൈമിന് പൊട്ടിയിട്ടുമില്ല. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കഷ്ണം കേക്ക് ഞാനും ടേസ്റ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡിലേക്ക് കടന്ന് അവിടെ ഫുള്ള് ടേബിളെല്ലാം സെറ്റാക്കി. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. ബൊഫേ ആണ്ട് തന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ഫുഡ് അടിയായി. നമ്മൾക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് വിശന്നിട്ട് നിൽക്കാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിരുന്നു. ഞാനും ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് നേരെ അങ്ങ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ കുഞ്ചുവിൻ്റെ റോളിങ് എൻട്രിയാണ്. വളമ്പാൻ വേണ്ടിയിട്ട് കച്ചാമ്പറം എടുത്തിട്ട് വന്ന്. കച്ചാമ്പറം വളമ്പിക്കൊണ്ട് ബടായി പറച്ചലിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. കുഞ്ചു വളമ്പുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ നമ്മളപ്പുറം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാ. പിന്നെ അടി ഉണ്ടായ എൻട്രി എന്ന് വെച്ചാൽ സുധിയാപ്പൻ്റെ ആണ്. സുധിയാപ്പൻ ആടുന്നതിലോ പറയുന്നുണ്ടായിനി. വേറെ ഒന്നുമല്ല, എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കുഞ്ചു അടി ഉണ്ടായതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒന്നിലും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എല്ലാം കസറായിട്ട് തന്നെ നടന്ന്. അതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ചു നീനി വെച്ചെല്ലാം ഫുഡ് കഴിക്കാനിരുന്ന്. ഞാൻ പിന്നെ കുഞ്ചുവിനെ കൊണ്ട് മാത്രം വിളമ്പിക്കാനാക്കിയിട്ടില്ല, ഞാനും അവന് വിളമ്പി കൊടുത്ത്. അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായി. പിന്നെ കുഞ്ചു അതിൽ ജോയിൻ ചെയ്ത്. നിരഞ്ജൻ്റെ ശിവമോളെല്ലാം അടിപൊളി ഡാൻസ് ആടെ അരങ്ങേറി. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.